ഹലോ വെൽക്കം ടു മൈ ചാനൽ ത്രെഡ്സ് ആൻഡ് ടെയിൽസ്. ഇന്നത്തെ വീഡിയോ എംബ്രോയ്ഡറി ചെയ്യാൻ ആഗ്രഹമുള്ളവർ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തവർക്ക് വേണ്ടി എംബ്രോയ്ഡറിയിൽ അത്യാവശ്യം വേണ്ട മെറ്റീരിയൽസ് ആൻഡ് ടൂൾസിനെ പറ്റിയുള്ളതാണ്. സോ ഫസ്റ്റ് തന്നെ ഇതാണ് എംബ്രോയ്ഡറി ഹൂപ്പ് ഓർ എംബ്രോയ്ഡറി റിംഗ്. ഇത് പല സൈസിൽ അവൈലബിൾ ആണ്. മീഡിയം സൈസ് എന്ന് പറയുന്നത് ഒരു 8 ഇഞ്ചാണ്. ഇത് ഓൺലൈൻ സ്റ്റോഴ്സിൽ നിന്നും വാങ്ങിക്കാം, ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ കടകളിലും അവൈലബിൾ ആണ്. ഈ ഗ്രീൻ കളർ സാധനമാണ് ഇതിൻ്റെ നോബ്, അതായത് ഇത് ടൈറ്റ് ആക്കാനും ലൂസ് ആക്കാനും ഈ നോബാണ് യൂസ് ചെയ്യുക. ഈ എംബ്രോയ്ഡറി ഹൂപ്പ് പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലും അവൈലബിൾ ആണ്, വുഡിൻ്റെ അവൈലബിൾ ആണ്. പക്ഷേ കുറച്ചും കൂടിയും ഹാൻഡിൽ ചെയ്യാൻ എളുപ്പവും കുറച്ചും കൂടി നല്ലതും വുഡിൻ്റെയാണ്. നോബ് ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 റിങ്ങായിട്ട് നമുക്ക് കിട്ടും. ഇതിൻ്റെ നോബ് ഇല്ലാത്ത റിങ് വേണം താഴെ വയ്ക്കാൻ. അതായത് 2 റിങ്ങിൽ നോബ് ഇല്ലാത്ത ഫുൾ കംപ്ലീറ്റ് സർക്കിളുള്ള റിങ് നമുക്ക് ആവശ്യമുള്ള ക്ലോത്തിൻ്റെ താഴെ വയ്ക്കും. നെക്സ്റ്റ് നോബുള്ള റിങ് ഈ താഴെ വെച്ച റിങ്ങിൻ്റെ തൊട്ട് മുകളിലായിട്ട് വെച്ച് ടൈറ്റ് ആക്കാം. നോബ് വീണ്ടും തിരിച്ചു കഴിഞ്ഞാൽ അത് നന്നായി ടൈറ്റായിട്ടിരിക്കും. ഇനി നമുക്ക് ക്ലോത്ത് ഒന്ന് സൈഡിൽ നിന്ന് വലിച്ച് അഡ്ജസ്റ്റ് ആക്കാം. ചെറിയ ചുളിവുകളൊക്കെ നമ്മൾ ഈ വലിക്കുന്നതിൽ ക്ലിയർ ആയി പൊക്കോളും. ഇങ്ങനെ ക്ലോത്ത് ടൈറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റും. ഈ ഹൂപ്പ് യൂസ് ചെയ്തില്ലെങ്കിൽ സ്റ്റിച്ചസ് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എംബ്രോയ്ഡറിയിൽ ആവശ്യമുള്ളത് ത്രെഡ്സ് ആണ്. പല കമ്പനികളിലെ ത്രെഡ്സ് ഉണ്ട്. രംഗോളിയുടെ ത്രെഡ് ഉണ്ട്, ആങ്കറിൻ്റെ ത്രെഡ് ഉണ്ട്, അതുപോലെ ഡോളി, അങ്ങനെ പല കമ്പനീസിൻ്റെ ത്രെഡുകളുണ്ട്. അതുമാത്രമല്ല പല കളറിലും അവൈലബിൾ ആണ്. ഇതിപ്പോൾ സിംഗിൾ കളർ ത്രെഡ്സ് ഉണ്ട്, ഡബിൾ കളർ ത്രെഡ്സ് ഉണ്ട്, മൾട്ടി കളർ ത്രെഡ്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ത്രെഡ്സ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് സിസേഴ്സ് ആൻഡ് കട്ടേഴ്സൊക്കെയാണ്. സ്മോൾ സിസേഴ്സാണ് ത്രെഡ്സ് കട്ട് ചെയ്യാൻ നല്ലത്. കട്ടേഴ്സ് നമുക്ക് ലോങ് സ്ട്രിങ്സ് ബീഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സിസേഴ്സ് വെച്ച് മുറിയിൽ, സോ കട്ടേഴ്സ് യൂസ് ചെയ്യാം. ഇതാണ് പിൻസ്. ചില ഫ്ലവേഴ്സ് ചെയ്യാനൊക്കെ പിൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്. ഇതാണ് നീഡിൽസ്. ഇതിൽ പല സൈസിലുള്ള നീഡിൽസ് ഉണ്ട്. അതായത് ചിലപ്പോൾ നമുക്ക് 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ സിംഗിൾ സ്ട്രാൻഡ് ത്രെഡും യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നീഡിൽസ് സെലക്ട് ചെയ്യാം. ഒറ്റൊരു നീഡിൽ വെച്ച് ചെയ്യുന്നവരുണ്ട്. ഇതാണ് നീഡിൽ ത്രെഡ് കോർക്കാൻ യൂസ് ചെയ്യണ ഇൻസ്ട്രുമെൻറ്റ്. ഇത് വെച്ച് നമുക്ക് എളുപ്പത്തിൽ ത്രെഡ് കോർക്കാൻ പറ്റും. ഇതാണ് നൂലൊക്കെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഴിക്കാൻ യൂസ് ചെയ്യണത്. ഇത് യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് നൂല് കട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കൈ കൊണ്ട് വലിച്ചാലോ അല്ലെങ്കിൽ സിസേഴ്സ് യൂസ് ചെയ്താലോ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇതാണ് ഹീറ്റ് ഇറേസബിൾ പെൻസ്. ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇതാണ് യെല്ലോ കാർബൺ. അതായത് നമ്മളൊരു ഫിഗർ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലോത്തിലേക്ക് കോപ്പി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണതാണ് യെല്ലോ കാർബൺ. നമ്മുടെ നോർമൽ ബ്ലൂ ഓർ ബ്ലാക്ക് കാർബൺ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ തുണിയിൽ വരച്ച് കഴിഞ്ഞാൽ അത് പടരാനും അത് പോകാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ യെല്ലോ കളറ് വളരെ ലൈറ്റ് കളറായത് കാരണം അതത്ര സീനില്ല. യെല്ലോ കാർബണിന് പകരം നമുക്ക് പേപ്പർ കോപ്പി എന്ന് പറഞ്ഞൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് യൂസ് ചെയ്ത് ഡയറക്റ്റ് ഫോണിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനിടാം. ഇതാണ് ഞാനിപ്പോൾ യെല്ലോ കാർബൺ വെച്ച് വരച്ച ഒരു ഫോട്ടോ. ഇങ്ങനെയായിരിക്കും വരച്ച് കഴിഞ്ഞാൽ കിട്ടുക. എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി നന്നായി വരയ്ക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ഡയറക്റ്റ് ക്ലോത്തിൽ നമുക്ക് ഈ ഹീറ്റ് ഇറേസബിൾ പെൻ യൂസ് ചെയ്തോ അല്ലാന്നുണ്ടെങ്കിൽ വല്ല പെൻസിൽ യൂസ് ചെയ്ത് നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഇനി കാണിക്കാൻ പോകുന്നത് കുറച്ച് ഓപ്ഷണലായിട്ട് ഐറ്റംസാണ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അതായത് കുറച്ച് ബീഡ്സ്, സ്റ്റോൺസ്, അതൊക്കെയാണ്. നമുക്ക് ഡ്രസ്സിൽ ഒരു വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില ഡിസൈൻസിലൊക്കെ ഈ ബീഡ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇത് ഓവൽ ഷേപ്പിലുള്ള ബീഡാണ്.
ഗ്രീൻ കളറാണ്. പല കളേഴ്സിൽ അവൈലബിൾ ആണ്, പല ഷേപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ റൗണ്ട് ഷേപ്പിലുള്ള ബീഡ്സ് ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, ഡയമണ്ട് ഷേപ്പിലുള്ള ബീഡ്സ് ഉണ്ട്. ഇത് റൗണ്ട് ഷേപ്പിലുള്ള ബീഡാണ്. ഇതാണ് ഫാബ്രിക് ഗ്ലൂ. ചില സ്റ്റോൺസ് അല്ലെങ്കിൽ ബീഡ്സ് നമുക്കത് തുന്നി ചേർക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഫാബ്രിക് ഗ്ലൂ അല്ലെങ്കിൽ B7000 എന്ന് പറഞ്ഞൊരു ഗ്ലൂ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് ക്ലോത്തിൽ ഡയറക്റ്റ് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. ഇതാണ് സീക്വൻസസ്. ഈ ഗിൽട്ട് എന്നൊക്കെ പറയില്ലേ, ഇതിൻ്റെ പേരാണ് സീക്വൻസ്. ഇതും പല കളറിൽ കിട്ടും. ഗോൾഡ്, സിൽവറാണ് നേച്ചറിൽ നമ്മൾ യൂസ് ചെയ്യുക. അതുമാത്രമല്ല അത് റെഡും അങ്ങനെ പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഈ സീക്വൻസസ് വെച്ച് ഫ്ലവേഴ്സും വേറെ ഷേപ്സും ഒക്കെ നമുക്ക് തുന്നാൻ പറ്റും. ഇത് ഗോൾഡൻ ബീഡ്സ് ആണ്, റൗണ്ട് ഷേപ്പുള്ള ബീഡ്സ് ആണ്. ഇത് നമുക്ക് ക്ലോത്തിൻ്റെ നെക്ക് പോർഷൻസിലായാലും അല്ലെങ്കിൽ റാൻഡംലി സ്ലീവ്സിലും നെക്ക് സൈഡിലൊക്കെ വെച്ച് കൊടുത്താൽ വളരെ നന്നായിരിക്കും. ഇതാണ് സിൽക്ക് ത്രെഡ്. അതായത് നമ്മൾ ക്ലോത്തിൽ എംബ്രോയ്ഡറി ത്രെഡിന് പകരം യൂസ് ചെയ്യുന്ന ത്രെഡാണ് സിൽക്ക് ത്രെഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു എംബ്രോയ്ഡറി അല്ലെങ്കിൽ ഡ്രസ് വർക്ക് ചെയ്യാൻ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ബൈ ബൈ, താങ്ക് യു.